പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ പൊതുവെ തട്ടിക്കളിക്കാറാണ് പതിവ്. എന്ന് വെച്ചാൽ അത് വെറുതെ വെച്ച് കളയും. എന്നാ പിന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് നേരെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ശർക്കരയുണ്ട്. എന്നാ പിന്നെ ഇന്ന് ഉണ്ണിയപ്പം ആയാലോ? എങ്കിൽ പിന്നെ ഒട്ടും മടിക്കണ്ട, അടിച്ച് കേറി വാ മക്കളെ, നമുക്ക് ഇന്ന് ഒന്നിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി. പിന്നെ ഒരു കപ്പ് മൈദയും ആ സെയിം അളവിൽ തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3 ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിന്റെ കുരു മാത്രമായിട്ട് എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഏലക്ക വേഗം പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തോണ്ട് ഉണ്ണിയപ്പത്തിന് കൂടുതൽ മധുരമൊന്നുമില്ല, കറക്റ്റ് മധുരേ ആകത്തുള്ളൂ. ഇനി ഈ പൊടിച്ചു വെച്ച പഞ്ചസാരയിലേക്ക് 2 പഴം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോ നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യെല്ലാം നല്ല മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കനം കുറഞ്ഞിട്ട് വേണേ നമ്മൾ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലൊരു ബ്രൗൺ നിറമാവുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ശർക്കര പാനിയാക്കുക. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചോ, പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇടുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 1.25 കപ്പ് ശർക്കരയും അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് അലിയിപ്പിച്ചെടുക്കണം. അതായത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പൊ നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് തരികളൊക്കെ കാണും, അതുകൊണ്ട് ഇത് അരിച്ചിട്ട് വേണം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികൾ ഉണ്ടായിരുന്നല്ലോ, അരിപ്പൊടി, മൈദയും റവയും, അതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ചൂടോട് തന്നെ നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് കൂടിപ്പോവാൻ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. ആദ്യം ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതല്ല നിങ്ങൾ പച്ചരി വെച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ചരി അരയ്ക്കുന്ന കൂടത്തിൽ ഈ ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുത്ത് അരച്ചാൽ മതി. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മതിയാവും. ഇനി നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആയാലും മതി. അതാവുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെക്കുക. 2 മിനിറ്റ് ആവുമ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും നമ്മൾ നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് ഉണ്ണിയപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളും കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്, അതും വെളിച്ചെണ്ണ. ഇനി എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും എപ്പോഴും സൈഡ് വശം ചേർത്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം നടുക്ക് വശം പെട്ടെന്ന് തന്നെ മൂത്ത് വരുന്നതുകൊണ്ട് സൈഡിൽ വേണം ആദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഹാർഡായി പോകും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളൊന്നും വേവത്തില്ല. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിന്റെ ഒരു സൈഡ് വെന്തോന്ന് തോന്നുമ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്തോണം. ഇപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. ഇതിവിടെ എണ്ണ കടക്കും തോറും ഇതൊന്നും കൂടെ ഹാർഡായി പോകും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കോരിയെടുത്തോണം. ഇത് വളരെ സിമ്പിൾ ആണ്. ഇനിയിപ്പോ മാവ് അരയ്ക്കേണ്ട ഒന്നും വേണ്ട. നമുക്ക് എപ്പോൾ ഉണ്ണിയപ്പം കഴിക്കണം തോന്നുവാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ പൊടി കലക്കി വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല, ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണിത്. ഇത് പഴമൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. ഇതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടോ, നല്ല ലെയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ വെറൈറ്റി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.